Meet the editors. വർഗീയ നാവുകളെ വിലക്കേണ്ടേ എന്നാണ് ചോദ്യം. ഇത് തുടർച്ചയായിട്ട് നമുക്ക് ചർച്ചയ്ക്കെടുക്കേണ്ടി വരുന്നതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ കഴിയുന്നില്ല. വെള്ളാപ്പള്ളി ഈ പറച്ചിൽ നിർത്തുന്നില്ലെന്ന് മാത്രമല്ല, ഒരു സമുദായം ഒരു ഭാഗത്ത് ഒരു അപരവിദ്വേഷത്തിൻ്റെതായിട്ടുള്ള ചിത്രം വരച്ചിട്ടുകൊണ്ടാണ് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശന് എന്തു പറ്റി എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്നത്. ഇന്നിപ്പോൾ പല പ്രതികരണങ്ങൾ വരുന്നു. അതിലിപ്പോൾ BJP പിന്തുണ കൊടുക്കുകയാണ് വെള്ളാപ്പള്ളി നടേശന്. നമ്മൾ ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് MT രമേശ് വെള്ളാപ്പള്ളി നടേശന് പിന്തുണ കൊടുത്തു എന്നുള്ളതാണ്. ഈ വർഗീയ നാവുകളെ വിലക്കണ്ടേ? വിലക്കേണ്ടതാണെന്ന കാര്യം എത്രയോ മുമ്പേ കേരളത്തിൽ എത്രയോ പേര് എത്രയൊക്കെ സമയത്ത് പറഞ്ഞതാണ്, എത്ര മുമ്പേ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ കാണിച്ച സമ്മർസോൾട്ടാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നലത്തെ തീവ്രവാദ പ്രയോഗത്തിന് ശേഷം അദ്ദേഹം വളരെ വിദഗ്ധമായി ഇന്ന് പുതിയൊരു നിലപാടെടുത്തു. അദ്ദേഹം പറഞ്ഞത് തീവ്രവാദി എന്ന് പറഞ്ഞാൽ തീവ്രമായി സംസാരിക്കുന്നയാൾ എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. അയാൾ മൃദുവായി സംസാരിച്ചിരുന്നെങ്കിൽ, ലളിതമായി സംസാരിച്ചിരുന്നെങ്കിൽ അയാളെ നമ്മൾ മിതവാദി എന്ന് വിളിച്ചേനെ. അതുകൊണ്ട് മത തീവ്രവാദി എന്നല്ലല്ലോ എൻ്റെ വിളി എന്നുള്ളതാണ്. അതേ വെള്ളാപ്പള്ളിയോട് തിരിച്ചൊരു ചോദ്യം. ഇന്ത്യൻ സർക്കാരിനെ ആയുധം കൊണ്ട് മറിച്ചിടും എന്ന് പറയുന്ന ഒരു മാവോയിസ്റ്റ് നേതാവ് വളരെ ശാന്തമായി ലളിതമായി ഇത് പറഞ്ഞാൽ അങ്ങ് അദ്ദേഹത്തെ എന്ത് വിളിക്കും? മിതവാദി എന്ന് വിളിക്കുമോ, തീവ്രവാദി എന്ന് വിളിക്കുമോ? മതതീവ്രവാദി എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, മാവോയിസ്റ്റുകൾക്ക് മതമില്ല. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ത് വിളിക്കും? മാവോയിസ്റ്റുകളെ തീവ്രരെന്നാണ് വിളിക്കുന്നത്. തീവ്രവാദമാണോ മിതവാദമാണോ ഉപയോഗിക്കാം ടെററിസത്തിൽ? അല്ല, തീവ്രവാദമാണോ മിതവാദമാണോ? തീവ്രവാദമാണോ മിതവാദമാണോ? എന്ത് വിളിക്കും? തീവ്രവാദിയാണോ മിതവാദിയാണോ? മാവോയിസ്റ്റ് ഭീകരരെ ഭീകരർ വേറൊരു പ്രയോഗത്തിലേക്ക് പോകുമ്പോഴാണ് ഐഡിയോളജി ഇത് തീവ്രവാദമാണോ മിതവാദമാണോ? വെള്ളാപ്പള്ളി നടേശൻ വേണമെങ്കിൽ സൂചിക്കും പറയാം ടേൺ വരുമ്പോൾ. ഇനിയല്ല, നിങ്ങൾ കശ്മീരിലെ ഒരു ടെററിസ്റ്റ് ഇതുപോലെ തന്നെ കശ്മീരിനെ ഞങ്ങളങ്ങ് വിമോചിപ്പിക്കുമെന്ന്. ഇപ്പം യാസിൻ മാലിക്കിനെ പോലെ എന്തൊരു ശാന്തരായ മനുഷ്യനാണ് യാസിൻ മാലിക്കൊക്കെ. പൂച്ച സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയുള്ളൂ. യാസിൻ മാലിക് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും നിലപാട്? തീവ്രവാദിയാണോ മിതവാദിയാണോ? അല്ലെങ്കിൽ വളരെ ആവേശത്തോടെ കേരളത്തിൽ സംസാരിക്കുന്ന M സ്വരാജ്, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് K സുധാകരൻ, ഇവരൊക്കെ എങ്ങനെയാണ് ശക്തമായി സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ എങ്ങനെയാണ്, തീവ്രവാദിയാണോ മിതവാദിയാണോ? വാക്കുകൾ കൊണ്ട് മലയാളത്തിൽ ആവശ്യത്തിന് ഇഷ്ടം പോലെ വാക്കുകളുണ്ട്, അതിനർത്ഥമുണ്ട്. ഒരുമാതിരി മനുഷ്യനെ കളിയാക്കുന്ന പരിപാടി വെള്ളാപ്പള്ളി നടേശൻ നടത്തരുത്. ഇത് എല്ലാവർക്കും എന്താണ് ഇന്നലെ പറഞ്ഞതെന്നറിയാം. ഇന്നലെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്നും അതിനൊരു തെളിവുമില്ലെന്നും ഡിഫമേഷൻ കേസുകൾ വരുന്നുണ്ടും എന്ന് ഭയമുണ്ടെങ്കിൽ അദ്ദേഹം അത് പിൻവലിക്കട്ടെ. ഞാൻ അത്രയും ഉദ്ദേശിച്ചിരുന്നില്ല, ഞാനതല്ല പറഞ്ഞത്, ഞാൻ പിൻവലിക്കുന്നു എന്ന് പറയുക. അതല്ലേ മര്യാദ. അല്ലാതെ തീവ്രവാദി എന്ന് പറഞ്ഞാൽ തീവ്രമായി സംസാരിക്കുന്നയാൾ മാത്രമാണ് എന്നാണോ? തീവ്രമായ വാദങ്ങളാണ്, എക്സ്ട്രീമിസമാണ്. തീവ്രവാദത്തിൻ്റെ ഇംഗ്ലീഷ് എക്സ്ട്രീമിസമാണ്. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ വാദിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? മുമ്പ് ശുംഭൻ എന്ന ഒരു ജഡ്ജിയെ വിളിച്ചതിന് അവസാനം മെഴുകി ശുംഭൻ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിപ്പിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് ന്യായം പറഞ്ഞ ഒരു നേതാവ് അവസാനം പിന്നീട് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നു. അപ്പോൾ വർഗീയ വിഷം തുപ്പുക, അതിനുശേഷം അത് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ മലയാള ഭാഷയിലെ ഡിക്ഷണറി എടുത്തുകൊണ്ട് വെച്ച് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഇതിനോടുണ്ടായി, അതുകൂടെ ശ്രദ്ധിക്കണം. വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ച വേദിയിൽ സലാം അമ്പലപ്പുഴയിൽ നിന്നുള്ള CPMൻ്റെ MLA പറഞ്ഞത് എന്താണ് പ്രതികരണം? അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം മിണ്ടാതെ പോയി. 2, BJPയുടെ നേതാവ് MT രമേശാണ്. MT രമേശ് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന് അങ്ങനെ ഒരു ബോധ്യമുണ്ടായി കാണണം, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം തീവ്രവാദി എന്ന് വിളിച്ചത് എന്നാണ് MT രമേശ് എന്ന് പറഞ്ഞത്. ഈ 2 അഭിപ്രായങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വെള്ളാപ്പള്ളി നടേശനെ തള്ളാൻ CPM തയ്യാറല്ല. BJP നേരത്തെ തന്നെ അവരുടെ അലയാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതേസമയം DYFI വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച പ്രസ്താവന ഇറക്കിയ യുവജന പ്രസ്ഥാനങ്ങളിൽ ഒന്നാണെന്നുള്ള കാര്യം ഞാൻ മറക്കുന്നുമില്ല. പക്ഷേ ഒരു പൊതു രീതി CPM BJP ഇന്ന് വെള്ളാപ്പള്ളിയെ തള്ളിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞതും കൂടെ ഓർക്കുക. അദ്ദേഹം പറഞ്ഞ വരി എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കും എന്നാണ്. അപ്പോൾ അതേ യുക്തി ഇത് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞൂടെ? രാഹുൽ ഗാന്ധി നല്ല കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. അല്ലെങ്കിൽ RSSൻ്റെ തലവൻ മോഹൻ ഭാഗവത് നല്ല കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. അല്ലാതെ അദ്ദേഹം പറയുമോ മോഹൻ ഭാഗവത് എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും എന്നാണോ പറയുക? രാഷ്ട്രീയ ബോധ്യമാണ് വേണ്ടത്. ഇതൊരു രാഷ്ട്രീയ ബോധമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നല്ല കാര്യം പറഞ്ഞാൽ അംഗീകരിക്കും എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ ബോധ്യമല്ല, രാഷ്ട്രീയ തിരിച്ചറിവല്ല. അവിടെയാണ് വിഷയം. 2015 മാൻഹോളിൽ വീണ 2 പേരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ചുപോയ ഒരു മനുഷ്യനെ അപമാനിച്ചപ്പോൾ അന്ന് കേസ് കൊടുത്ത KPC പ്രസിഡന്റിൻ്റെ പേര് VM സുധീരൻ എന്നാണ്. 2025 ആ രാഷ്ട്രീയ ബോധ്യം
CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററിന് ഉണ്ടായില്ല എന്നുള്ളതാണ് വിഷയം. അതാണ് രാഷ്ട്രീയം തമ്മിലുള്ള വ്യത്യാസം. ആ രാഷ്ട്രീയ വ്യത്യാസത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആർക്കൊപ്പമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ? ഇങ്ങനെ ഒരു ജേർണലിസ്റ്റിനെതിരെ ഇത്രയും വികലമായൊരു സാധനം പറഞ്ഞിട്ട്, മുസ്ലിങ്ങൾക്കെതിരെ വളരെ വലിയ വിമർശനം പറഞ്ഞിട്ട് അതിനോടുള്ള നിലപാട് എന്താണ്? നല്ല കാര്യം പറയുമ്പോൾ ഞാനത് അംഗീകരിക്കും, നല്ല കാര്യം ചീത്ത കാര്യം അല്ലെങ്കിൽ പറഞ്ഞാൽ തള്ളിക്കളയും എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതും ഏത് വെള്ളാപ്പള്ളി നടേശൻ 2024 CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി രേഖയുണ്ട്. SNDP-യെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്തുന്നതിൻ്റെ കൂടെയാണ് SNDP-യുടെ പേര്. ആ SNDP-യാണ് പറഞ്ഞിരിക്കുന്നത്. SNDP-യുടെ തലപ്പത്ത് വെള്ളാപ്പള്ളി നടേശനാണല്ലോ. ഈ ഇന്നസെൻറ്റിൻ്റെ ഒരു സിനിമയിലെ തമാശയുണ്ട്. നീലി കർണാടകക്കാരി, നീലിയുടെ അച്ഛൻ കർണാടകക്കാരൻ, നീലിയുടെ അമ്മ കർണാടകക്കാരി, നീലിയുടെ ബന്ധുക്കൾ എല്ലാവരും കർണാടകക്കാർ, വീട്ടുമുറ്റം നിഴയെ കർണാടകക്കാർ എന്ന് പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ അദ്ദേഹം NDA-യുടെ കൺവീനറാണ്. ഭാര്യ പ്രീതി നടേശനാണ് കഴിഞ്ഞ തവണയും കൂടെ BJP-ക്ക് വേണ്ടി, BJP-യുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആലപ്പുഴ ഇറങ്ങിയ വോട്ട് പിടിച്ചയാൾ. BDJS എന്ന് പറയുന്ന BJP-യുടെ മാസ്റ്റർ ബ്രെയിനിൽ വിരിഞ്ഞു വന്ന ഒന്ന് പാർട്ടിയെ ശംഖുമുഖത്ത് വെച്ച് പേരിട്ട് വിളിച്ച് അതിന് രൂപം കൊടുത്ത ആളുടെ പേര് അതും വെള്ളാപ്പള്ളി നടേശൻ. ഏതാണ്ട് 3-4 BJP-യാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനെയാണ് ഇപ്പോൾ CPM ഒരു മൃദുഭാവത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. എന്തൊരു രാഷ്ട്രീയ അപകടമാണെന്ന് നോക്കൂ. ഇതിന്നൊന്നും തുടങ്ങിയതല്ല. ഇത് 2016 വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു പ്രധാനപ്പെട്ട കേസ് തുടങ്ങുന്ന വർഷമാണ്. 2016 മൈക്രോ ഫിനാൻസ് കേസ് വരുന്നത്. മൈക്രോ ഫിനാൻസ് കേസ് വരുന്ന സമയത്ത് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇപ്പോൾ 10 വർഷം കഴിയുന്നു. അതിനിടയ്ക്ക് നമുക്ക് പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഓർമ്മയുണ്ട്. പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ ശ്രമിക്കുന്നു, കോടതി ഇടപെടുന്നു, അതിൻ്റെ പേരിൽ പലതവണ കോടതി എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കണമെന്ന് പറയുന്നു. 10 വർഷം കഴിഞ്ഞിട്ടും മൈക്രോ ഫിനാൻസ് കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൂടെ ചേർത്ത് വായിക്കണം. ഇത് ഒറ്റയൊരു ദിവസം ഉണ്ടായ കഥയല്ല. ഇതിനൊരു പരമ്പരയുണ്ട്, ഇതിനൊരു കണക്ഷനുണ്ട്. എന്തായിരുന്നു ആ കേസ്? ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂനപക്ഷ ഫണ്ടിൽ നിന്ന്, എക്സാക്ട്ലി എൻ്റെ പേര് ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് പൈസ എടുക്കുക, അത് കൂടിയ പൈസയ്ക്ക് പലിശയ്ക്ക് കൊടുത്തു എന്നുള്ളതായിരുന്നു കുറ്റം. അത് FIR ഒക്കെ രജിസ്റ്റർ ചെയ്തതാണ്. VS അച്യുതാനന്ദൻ ആക്റ്റീവായ 2 വർഷം കൊണ്ടായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ കേസിൽ വളരെ ബുദ്ധിമുട്ടിലായി പോകാനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും ശക്തമായ കേസായിരുന്നു, അത്രയും നല്ല ആരോപണമായിരുന്നു. VS-ൻ്റെ വരികൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. വെള്ളാപ്പള്ളി നടേശനിക്ക് ഒന്നേ പറയാനുള്ളൂ, കണക്ക് വെക്ക് എന്നാണ് VS അച്യുതാനന്ദൻ ചോദിച്ചത്. 2016 ശേഷം പിന്നെ ആരും അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. സുഹൃത്തുക്കളെ, ഇതാണ് ഇതിൻ്റെ ഒരു പരമ്പര, ഇതാണ് ഇതിൻ്റെ ഒരു കഥ. ഇവിടെ 2021 എത്തി നിൽക്കുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനൊരു വളരെ വലിയൊരു കണക്ഷനുണ്ട്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയാൻ പറ്റാത്തത്? 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ അപ്പാടെ മറുവശത്തേക്ക് ചരിഞ്ഞു എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. അത് അനലൈസ് ചെയ്താണ് CPI-ക്ക് അത് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പൊതിഞ്ഞു പിടിക്കുന്നത്? അതോടൊപ്പം സ്വർണ്ണക്കൊള്ള വളരെ വലിയ തിരിച്ചടിയായി എന്ന് മനസ്സിലായ ശേഷവും ആ കേസിൽ 10-60 ദിവസമായി ജയിലിൽ കിടക്കുന്ന CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ, ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗത്തെ ശ്രീ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ പോലും CPM സംവിധാനം തയ്യാറാകുന്നില്ല. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കമാണെങ്കിൽ ഈ 2 കാര്യങ്ങളിലും ശക്തമായൊരു നിലപാടെടുക്കേണ്ടതാണ്. അത് ചെയ്യുന്നതേയില്ല. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കണേ. എന്തുകൊണ്ടായിരിക്കും ഈ 2 സംഭവങ്ങളിലും, പത്മകുമാറിൻ്റെ കാര്യത്തിലായാലും വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലായാലും, വെള്ളാപ്പള്ളിയെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്? ഇതിനിടയ്ക്ക് ഈ യുദ്ധത്തിൽ പെട്ടുപോകുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളാണ്. മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ 1 വർഷമായി വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളുടെ നാവിൽ നിന്ന് ചാട്ടവാറടികൾ ഏറ്റുവാങ്ങുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. വെള്ളാപ്പള്ളി നടേശൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കലാപം ഉണ്ടാക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയണം. എന്തൊരവസ്ഥയാണ്! ഇങ്ങനെ ഒരു ലക്കും ലഗാനുമില്ലാതെ ഒരു നേതാവ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ തടയേണ്ടവർ തടയേണ്ട രീതിയിൽ തടയുന്നില്ലെന്ന് മാത്രമല്ല, അയാൾക്ക് സകല സംരക്ഷണവും ഒരുക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നു. വളരെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണിത്. മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ കേരളത്തിലുള്ള മനുഷ്യർ ശിക്ഷിക്കപ്പെട്ടുകൂടാ. വർഗീയ നാവുകളെ വിലക്കേണ്ടേ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന് കാര്യം മനസ്സിലായി എന്നുള്ളതാണ് സത്യം. എന്ത് വിചിത്രമായ വാദം അല്ലേ, എന്ത് രസമായ വാദം. അയ്യോ, തീവ്രവാദി സംസാരിക്കുന്നവരെ തീവ്രവാദി എന്നും മിതമായി സംസാരിക്കുന്ന മിതവാദി എന്നും പറയുന്ന രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ ഒതുങ്ങി എന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഇപ്പം നാളത്തെ പ്രസംഗം ചിലപ്പോൾ ഈ ഒതുങ്ങി എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാവാനാണ് സാധ്യത. നിങ്ങളൊന്നും ആരും എന്നെ ഒതുക്കാൻ വിചാരിക്കേണ്ട. 90 വർഷമായിട്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെ യാത്ര ചെയ്ത് ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഞാൻ
ഈ പറഞ്ഞ SNDP എന്ന് പറയുന്ന സമുദായത്തെ ഇങ്ങനെ വളർത്തി താരോലിച്ച് പര്യാപിച്ച് ഞാൻ സ്വത്തൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുകയാണ്, അതിനെതിരെ നിങ്ങൾ വളരാൻ ആയിട്ടില്ല എന്നുള്ള നിലയ്ക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിന് തീരുമാനമായല്ലോ, കേരളത്തിൽ തീവ്രവാദി എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാൻ ആളുണ്ടെന്നും അത് മനസ്സിലാവുമെന്നും ഇനി അത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചുകൂടായില്ല എന്നുള്ള നിലയിലേക്കുള്ള ധാരണ വരെ വെള്ളാപ്പള്ളി നടേശനും അത് വലിയൊരു കാര്യം തന്നെയാണ്. റിപ്പോർട്ടർ TVക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഒരു മാധ്യമം വിചാരിച്ചിട്ടും വെള്ളാപ്പള്ളി നടേശനെ ഒരു വാക്ക് പറഞ്ഞ കാര്യം തിരുത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞതൊന്നും മുന്നോട്ട് പോരാ കേട്ടോ, ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ്. ഞാൻ ഉദ്ദേശിച്ചത് മതതീവ്രവാദി എന്നുള്ളതല്ലോ, മിതവാദി എന്നുള്ളതാണ്. ഈ 90 വയസ്സായ അദ്ദേഹത്തെ ഇനി നമ്മളാരും തിരുത്താൻ പോകേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് നടക്കാത്തത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ, എന്താണ് ഈ പറഞ്ഞ 7 AK-47 ഒക്കെ വെച്ചിട്ടുള്ള ആൾക്കാരുടെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇടയ്ക്ക് മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞാൽ ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് കിട്ടും എന്നുള്ള നിലയിലേക്ക് മാത്രം അതിനെ കണ്ടാൽ മതി. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കാര്യം അതിൻ്റെ അകത്തില്ല. അതാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ജാതി ഭേദമന്യേ ജനങ്ങളെല്ലാം ഒന്നിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ ദർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം SNDPക്ക് എന്തെങ്കിലും കുറവ് കിട്ടിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നേ ഇല്ല, ഇന്നും പറയുന്നില്ലല്ലോ. ഇന്നലെ ഇന്നും ഇനി അതൊക്കെ പത്രസമ്മേളനം നടത്തിയിട്ട് SNDPൻ്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരാവശ്യങ്ങൾ കേൾക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ സ്കൂൾ വേണ്ട, ഇപ്പോൾ എന്ത് സ്കൂൾ ചോദിക്കാതെ എനിക്കത് മനസ്സിലാകുന്നില്ല. 2016 മുൻപ് സ്കൂൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ത് ഇപ്പോൾ സ്കൂൾ വേണ്ടേ? അത് വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി. അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് SNDP ഒരു എയ്ഡഡ് സ്കൂളും ചോദിച്ചിട്ടില്ല. അത് പറഞ്ഞേ ചോദിക്കുന്നില്ല എന്ന്. കാരണം അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന്. ആവശ്യമുള്ള കാര്യമല്ല പറയേണ്ടത്. SNDPക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പം മൈക്രോ ഫിനാൻസിൽ പ്രശ്നമില്ല. കാരണം എന്താ, അത് കേസായി കിടക്കുകയാണ്. അതിനകത്തൊന്നും ചോദിക്കാൻ കഴിയത്തില്ല. സ്കൂളുകൾ ആവശ്യമില്ല. കാരണം അത് ആ കാര്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ വരുമാനം എന്താണ്, കോടിയിൽ കണക്കിന് രൂപ ടീച്ചർമാരെ അപ്പോയിൻറ്റ് ചെയ്ത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് വേക്കൻസി വരുന്നതിനനുസരിച്ച് മാത്രമല്ല അത് കിട്ടുള്ളൂ. അപ്പോൾ അത് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, അതൊക്കെ തന്നെ മതിയാവും. അപ്പോൾ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്കൂൾ ആവശ്യമില്ല. എങ്ങനെയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി, ഓരോ ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു കാര്യമില്ല എന്നാണ്. SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ, ഇതൊരു നമ്മൾ കാലോചിതമായ മാറ്റം എല്ലാ സംവിധാനങ്ങളും AK-47 ഉള്ള ഒരേ ഒരു സമുദായ നേതാവാട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞത്. ഇന്ത്യയിൽ അല്ല, മൈക്കൊക്കെ പിടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഗൂർഖയാണ് മറ്റേ കൈ കൊണ്ട് ടാക്ക് എടുത്ത് മാറ്റിക്കളയും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുള്ളത് കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം കാലത്തിന് അനുയോജ്യമായിട്ട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ സമുദായ സംവിധാനങ്ങളിൽ കാലത്തിന് അനുയോജ്യമായി മാറ്റം വരാതെ നിന്ന ഏക സംവിധാനം എന്ന് പറയുന്നത് SNDPയാണ്. അതിൻ്റെ കാര്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ശ്രീനാരായണ ഗുരു ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റത്തിനൊക്കെ അപ്പുറത്തേക്ക് SNDP യോഗത്തിന് എന്ത് മാറ്റമാണ് കേരളത്തിൽ വന്നത്? അത് മാറ്റം അതിനൊരു കാരണം എന്താ അറിയോ, അദ്ദേഹം ആ തലപ്പത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഒരു 5 or 6 പ്രധാനപ്പെട്ട മുതലാളിമാരെ ഒഴിച്ചിട്ട് SNDP യോഗത്തിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ അദ്ദേഹം പറയുന്നതെന്ന് അറിയോ, കള്ള് ചെത്തരുത് കുടിക്കരുതെന്ന് പറഞ്ഞ ശ്രീനാരായണ ചെത്തരുതെന്നും പിന്നെന്താണ് വിൽക്കരുതെന്നൊക്കെ പറഞ്ഞില്ല, കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിന് എങ്ങനെയാണോ ബിസിനസ് കൊണ്ടു നടക്കേണ്ടത് ആ ബിസിനസ്സിന് അനുസരിച്ചിട്ട് ആ സംവിധാനത്തെ വളച്ചൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പാവപ്പെട്ട ആളാണ്. പണ്ട് എൻ്റെ വീട്ടിൽ കണ്ടില്ല, 1947 ഇന്ത്യയിൽ ആദ്യത്തെ ബെൻസ് വന്നപ്പോൾ എൻ്റെ അടുത്താണ് വന്നത്. നിങ്ങൾ കണ്ടതല്ലേ? മുഖ്യമന്ത്രി നടക്കുന്ന കാർണിവൽ എൻ്റെ വീട്ടിലില്ലേ? എത്രയെങ്ങാനും വണ്ടികളാണ് എൻ്റെ വീട്ടിൽ കിടക്കുന്നത്. പിന്നെ എനിക്ക് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറേണ്ട കാര്യമുണ്ടോ? ആ പുള്ളിയുടെ വിചാരം എന്താണെന്നറിയോ, മുഖ്യമന്ത്രിയുടെ കാറ് കയറാൻ ഏതോ ഒരാൾ ആഗ്രഹിച്ചിട്ട് കാറിൽ കയറാനുള്ള ബഹുമാനം കൊണ്ടല്ല, വിഷമം കൊണ്ട് ഒരു കാറ് കിട്ടിയപ്പോൾ ചാടി കയറി അത്രേ ചിന്തിക്കുന്നുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ അത്രയും മണ്ടന്മാരാണോ? ഒരു നല്ല അടിപൊളി കാർണിവൽ കാർ വരുന്നു, നല്ല രസമായിട്ടൊന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ചിട്ട് കയറുന്നതാണോ? അങ്ങനെയാണോ പുള്ളി വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്രേ പുള്ളീൻ്റെ ബോധ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ വന്നിട്ട് പറയുന്നത് ഞാൻ മത തീവ്രവാദി എന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് തീവ്രമായി സംസാരിക്കുന്ന ആൾ തീവ്രവാദി. പക്ഷേ അതിൻ്റെ കൂടെ 2-3 കാര്യം കൂടെ ചെയ്തു. നിന്നെ കളിക്കാതെ മൈക്കൊക്കെ തട്ടിപ്പറിച്ചിട്ട് അടിക്കാനാണോ പോകുന്നത്? അതെന്തിനാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഒന്നാലോചിച്ച് പിന്നെ ഒന്ന് പറഞ്ഞ് മതത്തെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് മലപ്പുറത്തേക്ക് പോകുള്ളൂ, മുസ്ലിങ്ങൾക്കെതിരെ പോവുള്ളൂ, ക്രിസ്ത്യൻസിനെതിരെ പോവുള്ളൂ. ക്രിസ്ത്യൻസിന് വളരെ കുറച്ചാണ് കേട്ടോ, മുസ്ലിങ്ങൾക്കെതിരെ പോവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇത്രയധികം അടുത്ത കാലത്ത് വർഗീയത സംസാരിച്ച് ഒരു നേതാവില്ല കേട്ടോ, ഒരു നേതാവില്ല. ഏതെങ്കിലും ഒരു നേതാവിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ വർഗീയത സംസാരിച്ചിട്ടുള്ളത്? അതെന്താണ്? മുസ്ലിം വർഗീയത ഏറ്റവും കൂടുതൽ പറഞ്ഞ ആളാണ്. അപ്പോൾ പുള്ളീൻ്റെ വിചാരം ഇത്രയാണ്. കാരണം മുസ്ലിം വർഗീയത പറഞ്ഞാൽ ഹിന്ദു സംവിധാനങ്ങളെല്ലാം ഒന്നാവും എന്നുള്ളത്. അത് ചിലപ്പോൾ വേറെ സംസ്ഥാനത്ത് നടക്കുന്നേ.
കേരളത്തിൽ നടക്കുമോ? മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറയും. അല്ല അതാണ് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞാൽ അത് ഈ ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം ഒറ്റയടിക്ക് നിൽക്കും, ഒറ്റ കൂട്ടായി നിൽക്കും. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ആ വോട്ട് മുഴുവൻ ഒറ്റ പോക്കറ്റിൽ വിടും. അത് ഞാൻ പറഞ്ഞാൽ വീഴുമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വോട്ട് ഒരു സ്ഥലത്ത് ഇന്നേറെ വീണിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം നായർ മുതൽ നായാടി മുതൽ നമ്പൂതിരി വരെ യോജിപ്പിക്കാൻ വേണ്ടി കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ജാഥ എടുത്ത് ശംഖുമുഖത്ത് വലിയ യോഗം നടത്തി കുടത്തിൽ താമര വിരിക്കാൻ അറിയേണ്ട എന്തായി? ഏതെങ്കിലും താമര വിരിഞ്ഞോ? താമര വിരിഞ്ഞു എന്നുള്ളതല്ല, ഒരു താമരയ്ക്ക് 1 ലക്ഷം വോട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. 1 ലക്ഷം വോട്ട് പിടിച്ചെടുക്കാൻ പറ്റും ഒരു താമരയ്ക്ക് കഴിഞ്ഞില്ല. 2ാം സ്ഥാനത്ത് പോലും വന്ന ഒരു BDS നേതാവിനെ കണ്ടിട്ടില്ല, ഒരു നേതാവിനെ പോലും കണ്ടിട്ടില്ല. ഒരു നേതാവിനാണ് മറ്റേ ഈ കുട്ടനാട് സീറ്റിലെങ്ങാണ്ടാണ് 2ാം സ്ഥാനത്ത് എത്താൻ കുറച്ച് വ്യത്യാസം കണ്ട് എത്തിയത്. അദ്ദേഹം ഇപ്പോൾ അവരെ കൂടി ഇട്ടില്ല, ഇപ്പോൾ തിരിച്ചു വന്നു തോന്നുന്നില്ല. ഇടയ്ക്ക് പോയി പ്രശ്നം ഉണ്ടാക്കി പിന്നെ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ കടിഞ്ഞാണിടേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. കടിഞ്ഞാണിടും എന്നുള്ളൊരു ധാരണ പുള്ളിക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ കണ്ടത് അതിൻ്റെ മിതത്വം വന്നിട്ടുണ്ട്. എന്തായാലും എന്താ പറയുക, ഞാൻ പാവമല്ലേ, എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് വന്നു. ഇന്നലെ അങ്ങനെയല്ലായിരുന്നു, മിനിഞ്ഞാന്ന് അങ്ങനെയല്ലായിരുന്നു. ഒരു ലിജുവിനോട് പറയണം, എൻ്റെ കോലം കത്തിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ട് പോ ലിജു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് അപ്പോൾ കോലം കത്തിക്കുന്നതിന് വിഷമമുണ്ട്. വളരെ മൈന്യൂട്ടായ കാര്യങ്ങളിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്, സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, സ്വന്തം സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ, വൈക്കാറ്റഗറി നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പെരുമാറുന്ന ശൈലിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു സാമുദായിക നേതാവ് അങ്ങനെ ആവാനേ പാടില്ല എന്നുള്ളതാണ്. 90 വയസ്സുള്ള ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട്. ഇനി അദ്ദേഹം തിരുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ആരും കണിഞ്ഞാണിടരുത്, ഡെയിലി പത്രസമ്മേളനം നടത്താൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് നിയമസഭ വരെ പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ ഗുണമുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഒരു പ്രധാനപ്പെട്ട SNDP യോഗത്തിൻ്റെ നേതാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തോടുകൂടി എല്ലാവരും പറയുന്നുണ്ട് ഇത് നമുക്ക് നിർത്തിക്കളയാം. കുറച്ച് കേട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരും പറയുന്നുണ്ടാവും ചിലപ്പോൾ ഇത് വേണ്ട, നമുക്ക് ഇത് തീവ്രവാദി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് മാറ്റിയത് കേട്ടോ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് തീവ്രവാദി എന്ന് പറഞ്ഞിട്ടൊന്നും മാറ്റാൻ പറയാം. എഴുതിക്കൊണ്ട് വന്നാണല്ലോ MSF, ഈരാറ്റുപേട്ട, റഹീസ് റഷീദ്, മതതീവ്രവാദി ഇതൊക്കെ എഴുതി കൊണ്ടുവന്ന് വന്ന ആളാണ്. ഇന്ന് അതൊക്കെ പോയി, MSF പോയി, ഈരാറ്റുപേട്ട പോയി, റഹീസ് പോയി, പേര് പോയി, എല്ലാം പോയി. എന്നിട്ട് പറയാണ് മിതമായി സംസാരിക്കുന്ന മിതവാദിയും തീവ്രമായി സംസാരിക്കുന്ന തീവ്രവാദിയും ഞാൻ ഒരിക്കലും മതതീവ്രവാദി എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചറിവിന് വലിയൊരു സല്യൂട്ട് നടത്തിയിട്ട് നമുക്ക് നിർത്താമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വർഗീയ നാവുകളെ വിലക്കേണ്ടേ എന്നാണ് ചോദ്യം. സുജയ, വർഗീയ നാവുകളെ വിലക്കണം, പക്ഷേ അത് ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കുന്ന, അതായത് വടക്കേ ഇന്ത്യയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് വിമർശനം ഉന്നയിക്കുന്ന ആ രീതി വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ മാത്രം എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നുണ്ടെങ്കിൽ സമാന രീതിയിൽ ആര് വർഗീയ ചുവയോടെ പ്രതികരണങ്ങൾ നടത്തിയാലും അതിനെയും തുറന്നെതിർക്കുകയും ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും അതിനെ വിമർശിക്കുകയും വെള്ളാപ്പള്ളിക്കെതിരെ തലക്കെട്ടുകൾ ഇടുന്നത് പോലെ തന്നെ ആ തലക്കെട്ടുകൾ തുടർച്ചയായി നിലനിർത്തുകയും വേണം. പക്ഷേ ഈ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയുള്ള വിമർശനം പോലെ, BJPക്കെതിരായ വിമർശനം പോലെ തന്നെയാണ് ഇവിടെ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി ചെയ്തത് പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് തീവ്രമായി വാദിക്കുന്നയാൾ. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കിന്റെ ആ സന്ദർഭത്തിലെ അർത്ഥം എന്താണ്? ഓരോ വാക്കിനും അർത്ഥം വരുന്നത് ഏത് സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നു എന്നത് വെച്ചാണ്. അതുകൊണ്ടായിരിക്കാം അന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം അതിനുശേഷം നടത്തിയ പ്രസ്താവനകളിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എന്നെ കൊല്ലാൻ വന്നിട്ടുണ്ട്, ചത്തില്ല, പറഞ്ഞതിൽ നിന്ന് 1 ഇഞ്ച് മാറില്ല. തീവ്രമായി സംസാരിക്കുന്നവനാണ് തീവ്രവാദി, മിതമായി സംസാരിക്കുന്നവൻ മിതവാദിയാണ്, മത തീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞയാളുടെ മതമാണ് വിഷയമെന്നുണ്ടെങ്കിൽ അയാളെ മത തീവ്രവാദിയാണ് എന്ന രീതിയിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ പറയണം. അങ്ങനെ ഒരു വാക്ക് വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ല. അതാണ് ഇന്നിപ്പോൾ വിശദീകരിക്കുന്നതിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മാധ്യമപ്രവർത്തകരിൽ ഈ മിതവാദികൾ ധാരാളം ഉണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ചോദ്യം ചോദിച്ചത് ആരാണ് എന്ന ആ ചോദ്യമാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, പ്രായത്തെക്കുറിച്ചാണത്. ഇത്രയും പ്രായമായ ഒരാളോട് നിങ്ങൾ ഇങ്ങനെയാണോ എല്ലാവരോടും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തെ വിമർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് പോകേണ്ടതാണ് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. തനിക്കൊന്നും നഷ്ടപ്പെടാനുമില്ല, പാർലമെന്ററി മോഹവുമില്ല, സമുദായത്തിന്റെ കാര്യവുമായി മുന്നോട്ട് പോവുകയാണ് എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ
വിവാദങ്ങളുടെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് മലപ്പുറത്ത് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല, ആ പരാമർശത്തിൽ നിന്ന് തുടങ്ങിയതാണ് വെള്ളാപ്പള്ളി നടേശനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ. അതിപ്പോൾ ഈ ശിവഗിരിയിലെ പ്രതികരണം വരെ എത്തി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ SNDPയുടെ പരിപാടിയിൽ പറഞ്ഞ അതിന്മേലുള്ള വിശദീകരണം വരെ എത്തി നിൽക്കുകയാണ്. ഞാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അത് ആട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുകയല്ല. അത് ഇനിയിപ്പോൾ സംസാരിക്കുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകേണ്ട എന്ന് കരുതി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് 4020 സ്കൂളുകളുണ്ട്, SNDPക്ക് ഉള്ളത് 370 സ്കൂളുകളാണ്. ഇത് മതാധിപത്യമല്ലേ എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാർ, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിച്ചാൽ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. NSS ആയാലും SNDP ആയാലും അപേക്ഷിച്ചാലാണ് അത് പരിഗണിക്കുക എന്ന് V ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രീണനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകൾ അനുവദിച്ചിട്ടുണ്ടോ, അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് വെള്ളാപ്പള്ളി നടേശൻ എത്തുന്നത്. 4020 സ്കൂളുകൾ മുസ്ലിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്, SNDPക്ക് 370 സ്കൂളുകളാണ് അനുവദിച്ചിരിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അത് മറ്റേതെങ്കിലും വിഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടോ, അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ട ലാർജർ ക്വസ്റ്റ്യൻസിൽ പലതും വെള്ളാപ്പള്ളി ഉയർത്തുന്നത് കൊണ്ടാണ് ആദ്യം തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ വാചകത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഒരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി പറയുന്ന മറ്റു കാര്യങ്ങളിലേക്ക് ഒരിക്കലും ചർച്ച പോകില്ല. അതൊന്നും കേരളം ചർച്ച ചെയ്യപ്പെടരുത്. ചിലർക്ക് എല്ലാ കാലവും എല്ലാ ആനുകൂല്യങ്ങളും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം, ചിലരെ പ്രീണിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് ഒരു സെറ്റ് നോമാക്കി UDFും LDFും കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ വോട്ട് പിടിക്കുന്നുമുണ്ട്. അതിന് എതിരെ നിന്നുകൊണ്ട് ഒരാൾ പറയുമ്പോൾ അയാളുടെ വാചകത്തിലെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അയാൾ ഒരു വർഗീയവാദിയാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ പറയുന്ന മറ്റു കാര്യങ്ങളിലെ മെറിറ്റ് ചർച്ച ചെയ്യപ്പെടാതെ പോകും. ആ വാചകം മാത്രം ചർച്ച ചെയ്യും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 31-ാം തീയതിയാണല്ലോ ഈ സംഭാഷണം നടക്കുന്നത്. 31, 1, 2 ഇന്ന് 3-ാം തീയതിയായി. ഇതുവരെയും വെള്ളാപ്പള്ളിയിലെ വർഗീയതയാണ് ചർച്ചയാവുന്നത്. അല്ലാതെ വെള്ളാപ്പള്ളി പറഞ്ഞ കോണ്ടെക്സ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ മുൻപ് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിലേക്ക് മെറിറ്റിലേക്കൊന്നും ഇതുവരെ ചർച്ച പോയിട്ടില്ല എന്നതാണ് വസ്തുത. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസിന്റെ ഭരണകാലത്ത് ലീഗിന് കിട്ടിയ ആനുകൂല്യങ്ങളെക്കുറിച്ചാണ്. ലീഗ് പല ആനുകൂല്യങ്ങളും നേടിയെടുത്തിരിക്കുന്നു. അപ്പോൾ ലീഗിനെ നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല? ഇടതുപക്ഷം അടക്കം ഉയർത്തുന്ന, ഇടതുപക്ഷ ഹാൻഡിലുകൾ അടക്കം ഉയർത്തുന്ന ഒരു വിമർശനമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ റഹീസ് ആദ്യം ഉന്നയിച്ച ചോദ്യം അതാണ്. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് അല്ലെങ്കിൽ SNDPക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഇടത് സർക്കാർ തയ്യാറായില്ല? അവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി പറ്റിച്ചു. അതാണ് SNDPയോട് ഇടത് സർക്കാർ, LDF സർക്കാർ ചെയ്തത്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പറയട്ടെ, UDF സർക്കാരിന്റെ കാലത്ത് കിട്ടിയില്ല, LDF സർക്കാരിന്റെ കാലത്തും കിട്ടിയില്ല. അപ്പോൾ UDFും LDFും ഈഴവ വോട്ടുകൾ വേണം, OBC വോട്ട് അത് പ്രധാനപ്പെട്ട. ഞാൻ പറഞ്ഞൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. താങ്കൾ പറഞ്ഞപ്പോൾ എന്റെ ടേണിൽ പറയാനാണല്ലോ പറഞ്ഞു, ഞാൻ പൂർത്തിയാക്കട്ടെ എന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഇടത് സർക്കാരായാലും UDF സർക്കാരായാലും രണ്ട് സർക്കാരുകളും SNDPക്ക് കാര്യമായി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് സ്കൂളുകൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അല്ലെങ്കിൽ അതിന്റെ കണക്ക് വെള്ളാപ്പള്ളി നടേശൻ പറയട്ടെ. നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ആളുകളടക്കം തള്ളി പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞാലേ ഈ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വോട്ടുകൾ 3 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞാലും കുഴപ്പമില്ല, അവിടെയുള്ള വോട്ടുകളൊക്കെ അവിടെ തന്നെ നിൽക്കും. അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഈ കാര്യത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു എക്സാമ്പിളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വെള്ളാപ്പള്ളി നടേശന് മനസ്സിലായാൽ കൊള്ളാം. ഈ വർഗീയവാദി എന്നുള്ള ഒരു ചാപ്പ അദ്ദേഹത്തിന് മേൽ കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇനി എന്ത് പറഞ്ഞാലും ആ ചാപ്പയുടെ പേരിലായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹം പോരാടുന്നത് ശരിക്കും ഈഴവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ, പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം കൃത്യമായി ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ നടത്തുകയാണ് വേണ്ടത്. ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് മാത്രമായി ചർച്ച മാറുകയാണ്. റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വെള്ളാപ്പള്ളി നടേശൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലടക്കം അപ്പോൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയമാണ് ഉന്നയിക്കേണ്ടത്. അതിന് പകരം ഒരു വ്യക്തി കേന്ദ്രീകൃതമായി മാറുമ്പോൾ ഇപ്പോൾ റഹീസ് റഷീദിനെ ആ ഒരു പേര് തന്നെ ഒരു വലിയ ആയുധമാക്കി ഇന്ത്യ മുന്നണി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ തന്നെ റഹീസ് റഷീദ് എന്ന് പറയുന്ന ഒരു പേര് വെച്ചുകൊണ്ട് കൃത്യമായി പോസ്റ്റുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. MSFകാരനായ റഹീസ്, അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു നറേറ്റീവ് കൃത്യമായി സെറ്റ് ചെയ്യുകയും അത് കൃത്യമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. അവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. മതം പറഞ്ഞുള്ള വോട്ട് പിടുത്തം ഇവിടെ നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് തന്നെയാണ് വെള്ളാപ്പള്ളി അവിടെ തുറന്നു കാട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരേ പ്രവൃത്തി ചെയ്യുന്ന ചിലരെ മാത്രം മറച്ചു വെക്കുകയും ചിലരെ മാത്രം തുറന്നു കാട്ടുകയും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വർഗീയത എന്ന് പറയുന്നത് ഏകമുഖമായ ഒന്നല്ല, അത് ദ്വിമുഖം തന്നെയാണ്. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത പറയുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയും കൃത്യമായി പറയുന്നുണ്ട് ഈ കേരളത്തിൽ. അത് തുറന്നു കാട്ടി തന്നെ മുന്നോട്ട് പോകണം. KM ഷാജിയുടെ കാര്യം എത്ര ദിവസം ചർച്ച ചെയ്തു? KM ഷാജി പറഞ്ഞത് എന്താണ്? മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ ആളാണ് KM ഷാജി. EMSും AKGയും ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ടെന്ന് പറയുന്നു, നീ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള KM ഷാജിയുടെ പ്രസംഗം ഒന്നുകൂടി എടുത്ത് റീപ്ലേ ചെയ്ത് നോക്കുക. വെള്ളാപ്പള്ളി പറഞ്ഞതും KM ഷാജി പറഞ്ഞതും എന്താണ്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തന്നെ പോകണം. വർഗീയത അത് ആര് പറഞ്ഞാലും അത് വിലക്കേണ്ടതാണ്. അത് വെള്ളാപ്പള്ളി പറഞ്ഞാലും KM ഷാജി പറഞ്ഞാലും ലീഗിന്റെ നേതാവ് പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാലും അതിനെ തുറന്ന് എതിർക്കാൻ സാധിക്കണം. അല്ലാതെ വെള്ളാപ്പള്ളിയെ മാത്രം വർഗീയതയുടെ
എല്ലാം ചേർന്നത് വെള്ളാപ്പള്ളിയാണ്, വെള്ളാപ്പള്ളി മൊത്തത്തിൽ വർഗീയതയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വർഗീയത ആര് പറഞ്ഞാലും ഏത് വ്യക്തിയായാലും അതിന് ഇഫ്സും ബട്ട്സും ഇല്ലാതെ അത് കൃത്യമായി വിലക്കുകയും അതേക്കുറിച്ച് തുറന്നു കാട്ടുകയും ചെയ്യാനുള്ള ഒരു ആർജവം ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. വെള്ളാപ്പള്ളി പറഞ്ഞ വാചകം വർഗീയവാദി എന്ന് വിളിച്ചതിനോട് എനിക്കും യോജിപ്പില്ല. വർഗീയത ആര് കാണിച്ചാലും അതിനെ എതിർക്കേണ്ടതാണെന്നാണ് എൻ്റെ പക്ഷം. വർഗീയ നാവുകളെ വിലക്കേണ്ട എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും വിലക്കണം എന്നുള്ളതാണ്. ഞാൻ അടുത്തിടെ വന്ന ഒരു വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വിടുത്താം. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഒരു കൂട്ടം പോലീസുകാർ ഒരു കോളനിയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ മനുഷ്യർക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്യുകയാണ്. അവിടെയുള്ള മനുഷ്യരിൽ ഭൂരിപക്ഷവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന ഒരു ചേരിയാണ്. ആ ചേരിയിൽ ബീഹാറിൽ നിന്ന് വന്നവരുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. നോക്കൂ, ആ മൊബൈൽ ഫോണിൽ മറ്റൊരു തരത്തിലുള്ള സ്കാനറുമില്ല എന്ന് ഓർമ്മിക്കണം. വെറുതെ ഗൂഗിൾ ലെൻസ് കൊണ്ട് അവരുടെ മുഖം സ്കാൻ ചെയ്യുകയാണ്. സ്കാൻ ചെയ്തതിന് ശേഷം ചിലരോട് പറയുന്നു, ഇവൻ ഇന്ത്യ, ഇവൻ ബീഹാറി, ഇവൻ ബംഗ്ലാദേശി എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ മാറ്റി നിർത്തി പോലീസുകാർ സംസാരിക്കുകയാണ്. ഈ വിഷയം വളരെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. നോക്കൂ, ഏതു മൊബൈൽ ഫോണിലാണ് നിങ്ങളുടെ മുഖം നോക്കി നിങ്ങൾ ബംഗ്ലാദേശിയാണ്, നിങ്ങൾ ഇന്ത്യനാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? അത് ബയോമെട്രിക്കുമായി ബന്ധിപ്പിക്കാത്ത പക്ഷം എങ്ങനെയാണ് ഈ യുക്തി ഉണ്ടാവുന്നത്? എങ്ങനെയാണ് വേഷം കണ്ടാൽ ഒരാൾ ബംഗ്ലാദേശിയാണെന്നും ഇയാൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടയാളാണെന്നും തോന്നുന്നത്? അതിനൊരൊറ്റ യുക്തിയുള്ളൂ, അത് ഫാസിസ്റ്റ് യുക്തിയാണ്. അത് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ എല്ലായിടങ്ങളിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന യുക്തിയാണ്. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അത് സംഘപരിവാർ യുക്തിയാണ്. ബംഗ്ലാദേശിൻ്റെ പശ്ചാത്തലത്തിൽ അത് ബംഗ്ലാദേശ് ഭരിക്കുന്ന സർക്കാരിൻ്റെ മുസ്ലിം വിഭാഗത്തിൻ്റെ യുക്തിയാണ്. അവിടെ ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം, അവരെയാണ് വേട്ടയാടുന്നത്. ഇന്ത്യയുടെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷം മുസ്ലിം വിഭാഗമാണ്, അവരെയാണ് അപരൻ്റെ സ്ഥാനത്ത് നിർത്തി വിദ്വേഷ പ്രചരണത്തിലൂടെ ഭൂരിപക്ഷ രാഷ്ട്രീയവും ഭൂരിപക്ഷ വംശീയതയും അധികാരത്തിലെത്തുന്നത്. ഇതാണ് വാസ്തവം. അതിൻ്റെ നാവായിട്ട് മാറുന്ന എല്ലാവരും ജനാധിപത്യത്തിനെ എതിർക്കുന്നവരാണ്. പല തവണ ഞാൻ ഈ വേദിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കുന്ന സമയത്ത് ഭരണഘടനാ അസംബ്ലിയിൽ ഇല്ലാതിരുന്ന മുസ്ലിം വിഭാഗത്തെ നോക്കിയാണ് രാജേന്ദ്ര പ്രസാദും സർവേപ്പള്ളി രാധാകൃഷ്ണനും പറഞ്ഞത്, നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിങ്ങളും മുസ്ലിം ലീഗും ഇല്ലാത്ത ഈ വേദി ഞങ്ങളെ ഭയപ്പെടുത്തുന്നു, പക്ഷേ എങ്കിലും ഞങ്ങൾ അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചോദ്യം ചോദിക്കും എന്ന നിലയിലായിരിക്കും നമ്മളിനി ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പ്രവർത്തിക്കേണ്ടത്. അവരുടെ അസാന്നിധ്യത്തിലും അവരുടെ ശബ്ദമായി നമ്മൾ മാറണമെന്ന തോന്നലാണ് ജനാധിപത്യം. പകരം അവരുടെ സാന്നിധ്യം നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് വർഗീയ വിദ്വേഷങ്ങൾ നമ്മുടെ ജനാധിപത്യത്തെ അസ്ഥിരമാക്കുകയാണ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ മനുഷ്യനെ കാണേണ്ടത്? ഒരൊറ്റ മതത്തെക്കുറിച്ച് മാത്രമല്ലേ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളൂ? ഞാനൊരു കഥ കൂടി പറയാം. ഇന്നിപ്പോൾ 2025 കഴിഞ്ഞ് 26 എത്തിയിരിക്കുന്നു. 1925 സെപ്റ്റംബർ മാസത്തിലാണ് ഗാന്ധിജി ഇതേ ശിവഗിരിയിൽ സന്ദർശനം നടത്തുന്നത്. അന്ന് ശിവഗിരി സന്ദർശനം നടത്തുമ്പോൾ ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ളൊരു സംവാദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗാന്ധി എല്ലാ മതങ്ങളും ഉണ്ടാവണം, മതസഹിഷ്ണുതയാണ് നല്ലത് എന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യനാണ്. പക്ഷേ ശ്രീനാരായണ ഗുരു അതിനോട് വിയോജിച്ചത് ഒരൊറ്റ മതമല്ലേ ഉള്ളൂ, അത് മനുഷ്യൻ എന്ന് പറയുന്ന മതമാണ് എന്നുള്ളതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. പല മതങ്ങളെക്കുറിച്ചും പഠിച്ചതിന് ശേഷമാണ് ശ്രീനാരായണ ഗുരു അങ്ങനൊരു തീർപ്പിലേക്ക് എത്തുന്നത്. അതിനുദാഹരണമായിട്ട് ശ്രീനാരായണ ഗുരു അവിടെ പ്ലാവിലയിൽ നിന്ന് വീണിരിക്കുന്ന പല ഇലകൾ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു, ഇതാ ഒരു മരത്തിലെ വ്യത്യസ്ത ഇലകളിൽ ഉള്ളതുപോലെ തന്നെ വ്യത്യസ്ത ഘടനയാണ് ഓരോ മതത്തിനുമുള്ളത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇവയെല്ലാം ഒരൊറ്റ മരത്തിൻ്റേതായിരിക്കുന്നത് പോലെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മതവിഭാഗങ്ങൾ ഉണ്ടാവുന്നതിൽ തെറ്റില്ല. ആ ഇലയുടെ ചാറെടുത്ത് പിഴിഞ്ഞ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഈ ഇലകളുടെ എല്ലാം സത്ത ഒന്നാണ് എന്നാണ്, അതിൻ്റെ രുചി ഒന്നാണ്, അപ്പോൾ ഒന്നല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. നിങ്ങളെ മതത്തിൻ്റെ പേരിൽ ബ്രാൻഡ് ചെയ്യുമ്പോൾ അത് സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രാൻഡ് ചെയ്യുകയില്ല, അത് അധികാരത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്, അതിനെ നമുക്ക് അംഗീകരിച്ചാൽ മതിയാവും. അതല്ലാതെ മതത്തിൻ്റെ പേരിൽ നിങ്ങൾ ഈരാറ്റുപേട്ടക്കാരനായതുകൊണ്ട്, നിങ്ങൾ MSFിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഇവൻ തീവ്രവാദിയാണ്, ഇതാ നോക്കൂ, ഒരു തെളിവ് തരാനല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ് തീവ്രവാദമായ റാഹിസ് റഷീദ് ഉന്നയിച്ചത്? നമ്മൾ റിപ്പോർട്ടർ ചോദിച്ച ചോദ്യം ഏറ്റവും പ്രസക്തമായ ലോജിക്കലായ ചോദ്യമല്ലേ? എപ്പോഴാണ് SNDP എയ്ഡഡ് സ്കൂളുകൾ വേണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരു ഏതെങ്കിലും തരത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി തന്നെ പറഞ്ഞില്ലേ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വെള്ളാപ്പള്ളി നടേശനോ SN ട്രസ്റ്റോ ഏതെങ്കിലും പുതിയ എയ്ഡഡ് സ്കൂൾ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷയും നൽകി
നൽകിയിട്ടില്ല. അവിടെ കൊടുത്തിട്ടില്ല, നമ്മൾ അന്വേഷിച്ചതാണ്. ഇത് കൊടുത്തിട്ട് ഇന്നും ഈ മനുഷ്യരെ പൊട്ടനാക്കാൻ വേണ്ടിയിരുന്ന വായുവിൽ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും 9.5 വർഷം ഇടതുപക്ഷ സർക്കാരിന് ഒരു എയ്ഡഡ് സ്കൂളോ എയ്ഡഡ് കോളേജോ കൊടുക്കുന്നതിന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടോ? SNDP ട്രസ്റ്റ് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടോ? അങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് ഇടതുപക്ഷ സർക്കാർ അത് നിരസിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ 9.5 വർഷം കഴിഞ്ഞ് മലപ്പുറത്ത് ഞങ്ങൾക്ക് സ്കൂളില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ഉത്തരവാദിത്വപ്പെട്ട ജേർണലിസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, സാർ അത് ഏത് സർക്കാരാണ്? നിങ്ങൾക്ക് അവിടെ ഭൂമിയുണ്ടോ? ഭൂമിയുണ്ട്. ശരി, എങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അനുവാദം തന്നില്ലേ? അനുവാദം തന്നില്ല. അടുത്ത ചോദ്യമാണ്, അനുവാദം ഏത് സർക്കാരാണ് തരാത്തത്? ഈ സർക്കാരാണ് തരാത്തത്. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നു, 9.5 വർഷം ലെഫ്റ്റ് സർക്കാരായിരുന്നില്ലേ? അത് ചോദിക്കുമ്പോഴാണ് അബദ്ധമായല്ലോ പറഞ്ഞു പോയത് എന്ന് വെള്ളാപ്പള്ളി നടേശന് ബോധ്യമാവുന്നത്. അബദ്ധങ്ങൾ പറയുമ്പോൾ അതിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി വേണം. അത് അങ്ങേക്ക് അവിടെ വളരെ ശാന്തമായിരുന്ന മറുപടി പറയാമായിരുന്നു. ഞാൻ 9.5 വർഷം മുമ്പുള്ള സർക്കാരിനെ കുറിച്ചല്ല, പകരം അതിനും മുമ്പുള്ള സർക്കാരിനെ കുറിച്ചാണ്. പക്ഷേ ആ വാദത്തിലൊരു അപകടമുണ്ട്. കാര്യം കഴിഞ്ഞ 9.5 വർഷമായി എയ്ഡഡ് സ്കൂൾ അനുവദിച്ചിട്ടുണ്ടോ? എയ്ഡഡ് സ്കൂളിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ? അത് അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കാത്തത് കൊണ്ട് തന്നെ കൊടുത്തിട്ടുമില്ല. മാത്രമല്ല എയ്ഡഡ് സ്കൂളുകളെല്ലാം സർക്കാർ സ്കൂളുകളെല്ലാം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണിതെന്നുള്ളത് വെള്ളാപ്പള്ളി നടേശന് തന്നെ അഭിപ്രായം ഉണ്ടാവുമല്ലോ. ഒരു ഈഴവ വിദ്യാർത്ഥിക്ക് പോലും, ഒരു ഹിന്ദു വിദ്യാർത്ഥിക്ക് പോലും, ഒരു മുസ്ലിം വിദ്യാർത്ഥിക്കോ, ഒരു ക്രിസ്ത്യൻ വിദ്യാർത്ഥിക്കോ, ഒരു വിദ്യാർത്ഥിക്കും കേരളത്തിൽ വിദ്യാഭ്യാസം എന്ന അവകാശം നിഷേധിക്കപ്പെട്ടിട്ടില്ല. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ സർക്കാർ ഇത്രയും പഠിച്ച പണി 18 നോക്കി വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ച ചോദ്യത്തിലെ യുക്തിയില്ലായ്മ അത് ചൂണ്ടിക്കാട്ടിയ മാധ്യമപ്രവർത്തകനെ ഈരാറ്റുപേട്ടയെന്നും ഈ റഹീസ് റഷീദ് എന്ന പേരും MSF എന്ന വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചു എന്നതിൻ്റെ പശ്ചാത്തലവും ചൂണ്ടിക്കാട്ടിയാണ് അങ്ങ് തീവ്രവാദിയാണ് എന്ന് പറഞ്ഞത്. ഇതല്ലാതെ ഒരു തീവ്രവാദവും അവിടെ ഉന്നയിച്ചിട്ടില്ല. ഞങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. ആരും ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രത്യേകം ഈ ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞ റഹീസ് റഷീദിനെ ഈ എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്ന ഞങ്ങൾ ആരും വിട്ടിട്ടുമില്ല. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളത് നമ്മൾ പറയും. ഇതാണ് വിഷയം എന്നുള്ളത് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചോദ്യം ചോദിക്കുക. അതിനകത്ത് ഒരു പാറ്റേൺ കൂടിയുണ്ട്. ഈരാറ്റപ്പെട്ടക്കാരൻ, മുസ്ലിം, MSF. അപ്പൊ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത്. അതാണ് ഈ വേഷം കണ്ടും നിങ്ങളുടെ ഊര് കണ്ടും നിങ്ങളുടെ ജാതിയും മതവും നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് ഈ നാട് പോയാൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെയൊക്കെ നാട്ടിൽ എന്റെ ബോധ്യത്തിൽ നിന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. ഇന്നലത്തെ പത്രസമ്മേളനം ചോദിക്കുമ്പോൾ പറയുന്നത് എന്റെ ബോധ്യത്തിൽ നിന്നാണ്. എന്ത് ബോധ്യമാണ് ഇത് എന്നുള്ളതാണ്. ശ്രീ വെള്ളാപ്പള്ളി ഈരാറ്റുപേട്ടക്കാരനും മുസ്ലിമും MSF ആണെങ്കിൽ തീവ്രവാദി ആയിരിക്കും. ആ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങേക്ക് ഇതിന്റെ എന്ത് രാഷ്ട്രീയ ലാഭമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങ് CPM-ന് വേണ്ടിയോ ഇടതുപക്ഷത്തിന് വേണ്ടി ഒരു ബാറ്റ് ചെയ്യുന്ന ആളാണോ? എങ്കിൽ ഇടതുപക്ഷം അങ്ങേ വിശ്വസിക്കുന്നതേയില്ല. ഇന്നലെ DYFIയുടെ പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. DYFI പറഞ്ഞത് അങ്ങ് മാപ്പ് പറയണം എന്നാണ്. കാര്യം അവർക്ക് അതിൻ്റെ അപകടം മനസ്സിലായി. CPM ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു കുറിപ്പ് ഇറക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിൻ്റെ ഇപ്പോൾ ഒരു പങ്ക് CPM-നുമുണ്ട് എന്ന മട്ടിലാണ് പ്രചരണങ്ങൾ നടക്കുന്നത്. ഒരു കാരണവശാലും CPM-ന്റെ അംഗമല്ല വെള്ളാപ്പള്ളി നടേശൻ, ഞാൻ അംഗീകരിക്കുന്നു. CPM-ന്റെ ഏതെങ്കിലും ബോഡിയിൽ അംഗമല്ലാത്ത വെള്ളാപ്പള്ളി നടേശനെ CPM-നെ നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ നോക്കൂ, CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ എന്ന നിലയിൽ ഒരു സമുദായ നേതാവ് ഇത്തരം വർഗീയ ജൽപ്പനങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെയുള്ളൊരു പ്രതികരണം ഇറക്കണം. അത് നിയന്ത്രിക്കാൻ വേണ്ടിയല്ല, അത് ആ പാർട്ടിയുടെ നിലപാടാണ്. CPM ആണ് പറയേണ്ടത്. CP ഇതിനകം പറഞ്ഞു കഴിഞ്ഞു, LDF അല്ല വെള്ളാപ്പള്ളി അല്ല LDF. വെള്ളാപ്പള്ളി ആകരുത് LDF എന്നുള്ളത് CPയുടെ നിലപാടാണ്. DYFI ആ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് ആ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ആ യൂത്ത് കോൺഗ്രസിനെ വിളിച്ചത് ഊത്തന്മാരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു കൂടി അവരെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത്. നോക്കൂ, അവിടെയാണ് കോൺഗ്രസും CPM-ഉം ഈ വിഷയത്തിൽ ഒരു ആർജവമുള്ള രാഷ്ട്രീയ നിലപാട് എടുക്കുക എന്നുള്ളതാണ്. അത് വെള്ളാപ്പള്ളി നടേശനെ അപഹസിക്കാൻ അപേക്ഷിക്കുക. നമ്മൾ ഈ നടത്തുന്ന ചർച്ചയിലും വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയെ നമ്മൾ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടാണ് അങ്ങ് ചിന്തിക്കുന്നത്. മാൻഹോളിൽ ഇറങ്ങിയ നൌഷാദിൽ ഒരു മുസ്ലിമിനെ കാണുകയും ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നൊരു ചോദ്യം ചോദിച്ച റഹീസ് റഷീദിൽ ഒരു തീവ്രവാദിയെ കാണുകയും ചെയ്യുമ്പോൾ അങ്ങ് യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന സംഘടനയിൽ നിന്ന് അങ്ങ് വളരെ ദൂരം പുറകിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു താണ്ടിയ വഴികളിലൂടെ അങ്ങ് നടക്കാൻ പഠിക്കണമെന്ന് മാത്രം ഞങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങയുടെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രീനാരായണീയർക്കും അത് തന്നെയാണ് ബോധ്യമെന്ന് നോക്കുക. എന്താണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്? പേര്, ഊര്, തൊഴിൽ മൂന്നുമായതു പോരുമേ, ജാതി ഏതെന്ന് ചൊല്ലിടേണ്ട, നേരെ നിന്നുള്ള മെയ്യ് ചൊല്ലിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര്? ശ്രീനാരായണ ഗുരു. ആ കഥ കൂടി പ്രേക്ഷകർക്ക് അറിയാമല്ലോ. തീവണ്ടി യാത്രയിൽ വെച്ച് ഒടുവിൽ വേഷം കണ്ടിട്ട് മനസ്സിലാവാതെ പേര് ചോദിച്ച് ജാതിയും മതവും മനസ്സിലാക്കാൻ വരുമ്പോഴാണ് നിങ്ങൾ കണ്ടിട്ടറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പേര് കേട്ടിട്ട് തിരിച്ചറിയാൻ കഴിയുക എന്ന ചോദ്യമുണ്ടാവുന്നത്. അതുകൊണ്ട് ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മതത്തെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ, അഥവാ തീവ്രവാദി എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ യുക്തി ഇന്ത്യൻ പശ്ചാത്തലത്തിലൊരു സംഘപരിവാർ യുക്തിയാണ്. ബംഗ്ലാദേശിൻ്റെ
പരിസരത്ത് വരുമ്പോൾ അതൊരു മുസ്ലിം യുക്തിയാണ്. ആ യുക്തിയാണ് നമുക്ക് അപകടമുണ്ടാവുക. നിങ്ങൾ മ്യാൻമാറിലേക്ക് പോകുമ്പോൾ അവിടെ അവർ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ആരെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ മറുഭാഗത്ത് നിൽക്കുന്നത് ഈ പറയുന്ന മ്യാൻമാറിൽ നിന്ന് വരുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് അവിടെ വേട്ടയാടപ്പെടുന്നത്. ഇത് ലോകമെമ്പാടും നടക്കുന്ന ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേണിൻ്റെ ഭാഗമായി അങ്ങ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രതിരോധത്തിലാവുന്നത് അങ്ങയെ പിന്തുണയ്ക്കുന്നുവെന്ന് ഒരുപക്ഷെ മറ്റുള്ളവർ വിമർശിക്കുന്ന ഇടതുപക്ഷം കൂടിയാണ്. അതുകൊണ്ട് ആർജവത്തോടു കൂടി CPM പറയുക, കാര്യം അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. തിരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇതിനെപ്പോൾ BJP പിന്തുണയ്ക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യരാണ്. ശ്രീനാരായണീയൻ്റെ ധർമ്മമാണ് കേരളത്തിൻ്റെ ഫിലോസഫി എന്നാണ് വ്യക്തിപരമായ എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് കേരളം വളരേണ്ടതും കേരളം വളർന്നതും ആ വഴികളിലൂടെയാണ്. ശ്രീനാരായണീയൻ്റെ, വാഗ്ഭടാനന്ദൻ്റെ, C കേശവൻ്റെ, സഹോദരയ്യപ്പൻ്റെ ഒക്കെ വഴികളിലൂടെ നടന്നു വന്ന മനുഷ്യർ വെള്ളാപ്പള്ളിയുടെ വഴിയിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ അത് വല്ലാത്ത രീതിയിലുള്ള ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നേരത്തെ സുജയ പറഞ്ഞ ആ കണക്കിന്, അഥവാ വെള്ളാപ്പള്ളി പറഞ്ഞ കണക്കിന് ഒരു മറുപടി കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ എന്താ ഇവിടുത്തെ പ്രശ്നം? ഈഴവ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നുണ്ടോ? കേരളത്തിൽ ഈഴവ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? എൻ്റെ ലളിതമായ ചോദ്യമാണ്. ശ്രീ വെള്ളാപ്പള്ളി അങ്ങ് മറുപടി പറയണം. കാരണം കേരളത്തിലെ സർവീസ് സെക്ടറുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അവിടുത്തെ പ്രാതിനിധ്യം എങ്ങനെയാണ്? നായർ ഈഴവ പ്രാതിനിധ്യം 41% ആണ്. 41% സർക്കാർ മേഖലയിൽ. ഞാനൊരു കണക്കുകൂടി പറയാം. അതിൽ നായർ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് 19% സംവരണമുണ്ട്. അവരുടെ പ്രാതിനിധ്യം 14% താഴെ ഉള്ളൂ. അവർക്ക് 19% സംവരണം അഥവാ 19% സാന്നിധ്യമുണ്ട്. എന്നിട്ടും മുന്നാക്ക സാന്നിധ്യം. പക്ഷേ അവർക്ക് മുന്നാക്ക സംവരണം കൂടെ കൊടുത്തു. നിങ്ങൾ നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ ഒരു വാക്ക് ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ടോ ഈ മുന്നാക്ക സംവരണത്തെക്കുറിച്ച്? ഈഴവ സ്നേഹത്തോട് ഇത്രയും അധികം സ്നേഹമുള്ള വെള്ളാപ്പള്ളി നടേശന് ഈ മുന്നാക്ക സംവരണത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അവിടെ എന്താ അങ്ങയുടെ പ്രതികരണം ഇല്ലാതെ പോയത്? ആരുടെ സീറ്റുകളാണ് അവിടെ പോയത്? ആരുടെ അവസരമാണ് അവിടെ നിഷേധിക്കപ്പെട്ടത്? അതൊരു ചോദ്യമല്ലേ? അത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈഴവ വിഭാഗത്തിൻ്റെ സാന്നിധ്യം 21% ആണ്. മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം എത്രയാണെന്ന് അറിയാമോ? കേവലം 13.52%. അപ്പോൾ മുസ്ലിം സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ആ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിച്ച് അവരുടെ അധികാര ഇടങ്ങളിൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കി വരുന്നതേയുള്ളൂ. ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരും അങ്ങനെ തന്നെയാണ്. സാമൂഹികമായ അനീതി നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം സാമ്പത്തികമായി ഉയർന്നു വരുമ്പോഴും അവർക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തും സ്വാഭാവികമായി. അങ്ങനെയാണത് സാധ്യമാവുക. അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് ദയവ് ചെയ്ത് അങ്ങയുടെ ഈ വർഗീയ പരാമർശങ്ങൾ അവസാനിപ്പിക്കുക. നമ്മുടെ നാടിനുണ്ടായിരുന്ന സെക്കുലർ ഫാബ്രിക്, സമൂഹത്തിൻ്റെ ഒരു മതേതര ഫാബ്രിക് ഉണ്ട്, അതിനെ അങ്ങ് കൂടുതൽ ശക്തമാക്കാൻ ഉപയോഗിക്കുക. ഒരു പ്രമാണിയാണ് എന്നുള്ളത് കൊണ്ട് ആ സമുദായത്തിലെ മുഴുവൻ ആളുകളും അങ്ങേ ഒരു പക്ഷേ പിന്തുണയ്ക്കുന്നുവെന്നൊരു തെറ്റിദ്ധാരണ അങ്ങേക്ക് ഉണ്ടാവരുത്. ശ്രീനാരായണീയ ദർശനങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിയ മനുഷ്യർ അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിരിക്കുകയായിരിക്കും ചെയ്യുക. അത് അങ്ങയെ കൂടി പരിഹസിക്കുന്ന നിലയിലേക്ക് മാറും. അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശന് അതെങ്കിലും ബോധ്യമാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. എന്താണ് ഈ അപകടം ഉണ്ടാക്കാൻ പോകുന്നത്? ഇതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരായിരിക്കും? അത് അങ്ങയുടെ മകൻ്റെ രാഷ്ട്രീയമാണ്, അങ്ങയുടെ ഭാര്യയുടെ രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ അങ്ങയുടെ ഭാര്യയും മകനും നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അങ്ങ് ഇടതുപക്ഷത്തിൻ്റെ മറയിൽ നിന്നുകൊണ്ട് അങ്ങ് ഈ വെട്ടുന്ന വഴി ഏതാണെന്ന് മനസ്സിലാക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവർക്ക് കഴിയട്ടെ എന്നും മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളൂ. റാഹീസ് റഷീദിനോടൊപ്പം തന്നെയാണ്. റാഹീസ് റഷീദിൽ മാത്രമല്ല, ആ പേരുകാർക്കും ആ പേരും ആ ഐഡൻറ്റിറ്റിയുമുള്ള എല്ലാ മനുഷ്യർക്കും ഒപ്പമാണ്. അവരെ ഒന്നും പേരും ഊരും തൊഴിലും കൊണ്ട് നിങ്ങൾക്ക് വേർതിരിച്ച് കാണാൻ ഈ നാട് അനുവദിക്കില്ല എന്നും പ്രതീക്ഷയിൽ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ മണ്ണാണ്. ഇത് വർഗീയ ജൽപ്പനം തുള്ളുന്ന വിശ്വഹിന്ദു പരിഷത്തുകാരുടെ നാടല്ല. ഇതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. വർഗീയ നാവുകളെ വിലക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം. 4 പേരും യെസ് എന്നാണ് മറുപടി.